അന്വേഷണം വേണമെന്ന് അവർ പറയുന്നത് പാർട്ടിയിലും സർക്കാരിലുമൊക്കെ അവർക്കുള്ള വിശ്വാസം ഘട്ടം ഘട്ടമായി നഷ്ടപ്പെട്ടു വരുന്നു എന്ന ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. സർക്കാരാണ് SIT നിയോഗിച്ചത്. എന്നാൽ ആ SIT മഞ്ജുഷയെ കാണുന്നത് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തുന്നത് SIT രൂപീകരിച്ച് 20 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? നേരത്തെ ശേഖരിച്ച CCTV ദൃശ്യങ്ങളും മൊബൈൽ രേഖകളും മാത്രമാണ് തെളിവുകളായി പോലീസിന്റെ കൈവശമുള്ളത്. വിവാദ പെട്രോൾ പമ്പും ബിനാമി ഇടപാടുകളും വ്യാജ പരാതിയും അന്വേഷണത്തിന്റെ പരിധിയിലേ വന്നിട്ടില്ല. മരണത്തിൽ മാത്രം അന്വേഷണം ഒതുക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? നമുക്ക് ചോദിക്കാം. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. അന്വേഷണം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അഥവാ അന്വേഷണം നിന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടുണ്ടോ അർജുൻ SIT വന്ന ശേഷം? കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് SIT രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇന്നേക്ക് 34 ദിവസം പിന്നിടുകയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘം അതിനു മുൻപ്, അതായത് ADM നവീൻ ബാബു മരിക്കുന്നത് 15-ാം തീയതിയാണ്. ആ 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള 10 ദിവസത്തിന് ശേഷമാണ് SIT തന്നെ രൂപീകരിക്കുന്നത്. അപ്പോൾ ആ 10 ദിവസത്തെ അന്വേഷണത്തിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും പ്രത്യേകമായി ഈ SIT അന്വേഷിച്ചിട്ടില്ല. അതായത് നേരത്തെ ഈ കുടുംബത്തിൻ്റെ മൊഴി ഈ ടൗൺ SHOയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെ ഈ SIT സംഘവും രേഖപ്പെടുത്തി. നേരത്തെ ഈ SHOയുടെ നേതൃത്വത്തിൽ ചില CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും ശേഖരിച്ചിരുന്നു. അത് തന്നെ ഈ SITക്ക് കൈമാറി. അങ്ങനെ നേരത്തെ ശേഖരിച്ചിട്ടുള്ള ചില തെളിവുകളല്ലാതെ പുതുതായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള അലംഭാവം തന്നെയാണ് ഇതിലൂടെ എല്ലാം തന്നെ വ്യക്തമാകുന്നത്. ഇതിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബവും അതുപോലെ തന്നെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിൽ പോലീസിൻ്റെ ഇടപെടലുകളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ദുരൂഹത തോന്നിക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ PP ദിവ്യയ്ക്ക് വേണ്ടി പോലീസ് നടത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ പ്രകടമായ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. അതിലേറ്റവും പ്രകടമായ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത് PP ദിവ്യയെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ, അതായത് PP ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു പശ്ചാത്തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആ ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ വാർത്താ സമ്മേളനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് ഇത്രയും ദിവസം PP ദിവ്യ മറ്റെവിടത്തേക്കും പോയിട്ടില്ല, പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പോലീസിന് കൃത്യമായ രീതിയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനമുണ്ട്, ആ സംവിധാനത്തിൽ തന്നെയായിരുന്നു PP ദിവ്യ ഉണ്ടായിരുന്നതെന്ന്. അതായത് അതിനു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും പോലീസിന് അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അത്തരത്തിൽ ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് അത് വൈകിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം ഈ PP ദിവ്യ ജയിലിലേക്ക് മാറ്റി. എന്നാൽ ആ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ PP ദിവ്യ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമാണ്. അതായത് PP ദിവ്യ ഇത്രയും ദിവസം ഒളിവിലാണെന്ന് പറയുന്നു. എന്നാൽ സത്യത്തിൽ PP ദിവ്യ ആയിരുന്നില്ല ഒളിവിൽ, പോലീസായിരുന്നു PP ദിവ്യയെ പേടിച്ച് ഒളിവിൽ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒളിച്ചു കഴിഞ്ഞത് എന്ന രീതിയിലുള്ള പ്രസ്താവന ആ ഘട്ടം മുതൽ തന്നെ കുടുംബം കോടതിയിൽ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തത്. അതായത് പോലീസിൻ്റെ അന്വേഷണം PP ദിവ്യയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെയോ സർക്കാരിൻ്റെയോ ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള സംശയം കുടുംബത്തിന് ആദ്യഘട്ടം മുതൽ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചില പരാതികൾ അത് ഗൗരവ സ്വഭാവമുള്ളത് തന്നെയാണ്. കുടുംബം ഇപ്പോൾ പറയുന്നത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നടപടികളിലേക്ക് കടക്കുമ്പോൾ കുടുംബ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചതാണ്. അതായത് 15-ാം തീയതി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിൻ്റെ തൊട്ടടുത്ത അല്ലെങ്കിൽ ആ വിവരം പുറത്തേക്ക് എത്തിയതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വാർത്താ സംഘവും അവിടത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അതിനകത്ത് കയറി പരിശോധന നടത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അവിടെയുള്ള, അതായത് ഈ ക്വാർട്ടേഴ്സിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ആത്മഹത്യ നടന്നാൽ കൃത്യമായ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് മാത്രമാണ് ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനു പുറമെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ അടുത്ത ബന്ധുക്കളുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിയമം ആദ്യഘട്ടം മുതൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ഈ നിയമലംഘനങ്ങൾ പോലീസ് തന്നെയാണ്. അതായത് പോലീസ് കൃത്യമായ രീതിയിൽ ഈ നിയമങ്ങളൊന്നും അറിയാത്ത ആൾക്കാരല്ല. പോലീസ് ഇത്തരം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിയമം എന്താണ് എന്ന് അവർക്ക് നല്ല ധാരണയുണ്ടാകുന്നതാണ്. പക്ഷേ അവിടെ മുതൽ തന്നെ ഇതിൻ്റെ വീഴ്ച തുടരുന്നു.
തുടങ്ങുകയാണ്. അതിനുശേഷം CCTV ഫുട്ടേജുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ, അതായത് ഈ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെന്ന് പറയുന്നു. അതിന് തൊട്ട് മുൻപായി മുനീശ്വരൻ കോവിലിന് സമീപത്താണ് ADM നവീൻ ബാബുവിനെ ഇറക്കി വിട്ടത്. അതിനുശേഷം ഈ പുലർച്ചെ ഒരു ജീവനക്കാർക്ക് അർജുൻ ഈ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ അതോടൊപ്പം തന്നെ മഞ്ജുഷ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകർക്ക് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും അന്വേഷണ സംഘത്തോട് പറയാനുള്ള ഭയത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണം. അർജുൻ ഈ വാർത്തയുടെ ആദ്യം മുതൽ തന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയുള്ള ആളാണ്. തെളിവ് ശേഖരണം എന്നത് ഈ മുനീശ്വരൻ കോവിലിൽ, അർജുൻ ഇപ്പോൾ സൂചിപ്പിച്ച മുനീശ്വരൻ കോവിലിൽ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു താമസിച്ചിരുന്ന ഒഫീഷ്യൽ ക്വാർട്ടേഴ്സിൽ ആ ഭാഗങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ ഇതുവരെയും ശേഖരിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നതിൽ വസ്തുതയുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അനാസ്ഥ ഉണ്ടായത്? അതായത് സുജിയ, ഈ മുനീശ്വരൻ കോവിലിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിക്ക് പുറമെ തന്നെ ഈ കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ കുടുംബം ഒരു ഹർജി നൽകിയിരുന്നു. അതായത് ഈ തെളിവുകളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം, ഫോൺ രേഖകൾ സൂക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇതിൻ്റെ വാദം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ കുടുംബത്തിൻ്റെ അഭിഭാഷക പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അത് എവിടെയൊക്കെയുള്ളതാണ്, അത് ഏതൊക്കെ പരിസരങ്ങളിലുള്ളതാണ്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ADM ഈ ഭാഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടതാണെങ്കിൽ കൂടി അതൊക്കെ കോടതിയുടെ ഒരു മേൽനോട്ടം ആ സംഭവങ്ങളിൽ ഉണ്ടാവണമെന്നുള്ള കാര്യമാണ്. അതായത് മുനീശ്വരൻ കോവിലിന്റെ സമീപത്ത് നിന്ന് ഇദ്ദേഹം എവിടത്തേക്കാണ് പോയത്, പുലർച്ചെ വരെയുള്ള സമയത്ത് ഇദ്ദേഹം എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലാണോ കൂടുതൽ സമയം ചെലവഴിച്ചത്, ആ ഭാഗത്തെ മുഴുവനായിട്ടുള്ള CCTVകൾ പരിശോധിച്ചിട്ടുണ്ടോ, അതിൽ ഏറ്റവും പ്രധാനമായി അതായത് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ദിവസം വരെയും റെയിൽവേ സ്റ്റേഷനിലെ CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചിട്ടില്ല. ഈ വാർത്ത വന്നതിൻ്റെ പിന്നാലെ RPF സംഘം സ്വമേധയാ തന്നെ ഈ കാര്യങ്ങൾ ഒരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ സംശയാസ്പദമായ രീതിയിൽ യാതൊരു ദൃശ്യവും അവർക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ആ ഘട്ടം വരെയും പോലീസ് ഇത് റെയിൽവേ പോലീസിലോ അല്ലെങ്കിൽ RPFിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരോടോ ഉന്നത ഉദ്യോഗസ്ഥരോടോ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായ കാര്യം അന്ന് തന്നെ നമ്മൾ വാർത്ത ചെയ്തതാണ്.